സംസ്ഥാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 15% കേന്ദ്ര പൂളിലേക്ക് നൽകണമെന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ വൈദ്യുതി നയം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ദോഷകരമാകുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വൈദ്യുതോൽപാദന മേഖലയിൽ വൻ പ്രതിസന്ധി നേരിടുകയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങുകയും ചെയ്യുന്ന കേരളത്തിന് ഇത് അപ്രായോഗികമാണെന്ന് മന്ത്രി പറഞ്ഞു. ഇടുക്കി ആലക്കോട് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലക്കോട് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിന്റെ ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോഴാണ് സംഭരണികളിലെ ജലനിരപ്പ് സംബന്ധിച്ച ആശങ്ക മന്ത്രി പങ്കുവച്ചത്. 40% വെള്ളം മാത്രമാണ് സംസ്ഥാനത്തെ അണക്കെട്ടുകളിലുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. 65% വൈദ്യുതിയും പുറത്തുനിന്ന് വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളത്. വരുന്ന പരീക്ഷാക്കാലത്ത് ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാനാണ് സർക്കാരിന്റെ തീവ്ര ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. അനന്തമായി നീളുന്ന പല പദ്ധതികളുടെയും 2007 നിർമ്മാണം തുടങ്ങി 2011 അവസാനിക്കേണ്ടിയിരുന്ന 60 മെഗാവാട്ടിന്റെ തൊട്ടിയാർ പദ്ധതി, ചാത്താൻകോട് 2ാം ഘട്ടം എന്നിവയൊന്നും പൂർത്തിയാക്കാതെയാണ് സംസ്ഥാനം കനത്ത വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പാരമ്പര്യേതര ഊർജ്ജത്തെ കഴിയുന്നത്ര പ്രോത്സാഹിപ്പിക്കുമെങ്കിലും ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം അതുമാത്രമാണെന്ന് കരുതുന്നില്ല. കാസർഗോഡ് 200 മെഗാവാട്ട് സൗരോർജ്ജ പദ്ധതിയുടെ 1ാം ഘട്ടം 2 മാസത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യുമെന്നും സ്ഥലലഭ്യതയാണ് സോളാർ പദ്ധതിക്ക് വിലങ്ങുതടിയാകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഭവനരഹിതർ പോലും അപേക്ഷിച്ചാൽ വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുകയാണ് സർക്കാർ നയം. വൈദ്യുതി മുടങ്ങുന്നത് മുൻകൂട്ടി അറിയിക്കാനുള്ള SMS സംവിധാനം, ഇമെയിൽ ബില്ലിംഗ് എന്നിവയുടെ ഉദ്ഘാടനം 25-ന് മുഖ്യമന്ത്രി നിർവഹിക്കുമെന്നും കടകംപള്ളി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം CV സുനിത, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ ഇടുക്കി.